താൻ ആ ഡിവൈഎസ്പി ഹമീദിനെ അറസ്റ്റ് ചെയ്ത സംഭവം എന്തെല്ലാം പുകല ഉണ്ടാക്കരുതെന്ന് തനിക്കറിയാവോ? ബെഡ് കോഫിക്ക് പകരം CM-ന്റെ തെറിയും കേട്ടോണ്ട് ഉറക്കപ്പായി നീടിക്കുന്നത് താനല്ലല്ലോ, ഞാനല്ലേ? ഓക്കെ, ലീവ് ഇറ്റ്. ഐ വാണ്ട് ടു ഹിയർ വൺ തിങ്. താൻ ചാർജ് എടുത്തിട്ട് ദിവസങ്ങളാവുന്നു. ബൈ ദി പീപ്പിൾ എവിടെയെന്നതിനെ കുറിച്ച് ഒരു മൈന്യൂട്ട് സൂചനയെങ്കിലും തരാൻ തനിക്ക് കഴിയുമോ? ജസ്റ്റ് ഗിവ് മീ സം മോർ ടൈം സർ. നിങ്ങൾ അവർക്ക് പല സഹായങ്ങളും ചെയ്തു കൊടുത്തതായിട്ട് പോലീസിനറിയാം. ഒരിക്കൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തതുമാണ്. അതുകൊണ്ട് ഒളിക്കാൻ നോക്കണ്ട. ഒളിക്കാനൊന്നുമില്ല, അവരിവിടെ ഇല്ല. വേണമെങ്കിൽ കയറി നോക്കാം. പിന്നെ ഞാൻ അവരെ സഹായിച്ച കാര്യം ശരിയാ. പല സഹായങ്ങളും ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ട്, രാജ്യരക്ഷ ചെയ്യുന്ന ഒരു പട്ടാളക്കാരന്റെ മനസ്സുറപ്പോടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 1.5 കാലം പട്ടാളക്കാരനെ കൊണ്ടുപോയി തല്ലി ചതയ്ക്കാം, ശേഷിക്കുന്ന കാലും കൈയും കൂടി തല്ലി ഒടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് എന്റെ ഈ നാവിന്ന് കിട്ടില്ല. എനിക്ക് വണ്ടി കേട്ടിട്ട് സാർ. നോ, വേണ്ട. നിങ്ങളുടെ വിശ്വാസം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് ഡേഞ്ചറസ്. ബി കെയർഫുൾ. നമ്മൾ ഇതുവരെ ചെയ്തത് സത്യം പറഞ്ഞാൽ കാടടച്ചുള്ള വെടിവെപ്പായിരുന്നു. ഏത് നായാട്ടുകാരനും ആദ്യം ചെയ്യുന്നത് പോലെ ഒരു കാടിളക്കൽ. നൗ വി ആർ ചേഞ്ചിങ് അവർ പ്ലാൻ എ ലിറ്റിൽ ബിറ്റ്. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേറിയുക. ഒരു നാടൻ ചൊല്ലാണിത്. ഐ തിങ്ക് വി ക്യാൻ അപ്ലൈ ദാറ്റ് സ്റ്റൈൽ. കമ്മീഷണർ രാജൻ മാത്യു, അയാളുടെ അന്വേഷണം ശരിയായ വഴിക്കാൻ നീങ്ങുന്നത്. പക്ഷേ അത് നമുക്കെതിരാ, നാടിനെതിരാ. അതെ, അത് മാത്രമല്ല, അയാളെ കടപ്പുറത്തിട്ട് മുരളിയും കൂട്ടിനെയും തല്ലി ചതച്ച് ബോട്ടിയാടി ചെന്ന് ശ്രീനി അയാൾ ഉപദ്രവിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നിന്നവരവരൊക്കെ. ഇങ്ങനെ പോയാൽ അയാളെ ഇവിടെ എത്താൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. അതിനു മുമ്പ് അയാളെ തട്ടണം. ബൈ ദ പീപ്പിൾ ഇമ്മീഡിയറ്റായി ആക്രമിക്കാൻ സാധ്യതയുള്ള ചില വമ്പന്മാരുടെ പേരുവിവര പട്ടികയാണിത്. ഇവരെ കുറിച്ചാണ് നാം ഇനി അന്വേഷിക്കാൻ പോകുന്നത്. ഇവരിലൂടെ ബൈ ദ പീപ്പിളിലേക്ക് ഒരു ഷോർട്ട് കട്ട്. നിക്ക്, തീരുമാനിക്കാൻ വരട്ടെ. ആ മനുഷ്യൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. 5 പൈസ കൈക്കൂലി വാങ്ങുന്നില്ല, കള്ളക്കേസ് എടുക്കുന്നില്ല. നമുക്കെതിരാണെങ്കിലും നല്ലൊരു ഓഫീസറാ. എന്തിനാ പിന്നെ? നമ്മുടെ വിവേകിനെ അയാൾ ഇടിച്ചു കൊന്നത് മല്ലി മറന്നോ? ശ്രീധരൻ ഗുരുക്കൾ, മുൻ മന്ത്രി. പാർട്ടി വിട്ട് പാർട്ടി മാറാൻ നിമിഷാർത്ഥം പോലും വേണ്ടാത്ത ഗന്ധർവ ജന്മം. കേരള ടുഡേ ചാനലിന്റെ സൈലന്റ് ഡയറക്ടർ, ദ ഗ്രേറ്റ് ബിനാമി ബിഗ് ബ്രദർ. സൾഫാൻ കീടനാശിനി കേസിൽ വിചാരണ നേരിടുന്ന ഗുരുക്കൾക്ക് നേരെ സ്വാഭാവികമായും ബൈ ദ പീപ്പിളിന്റെ ആയുധങ്ങൾ നീണ്ടേക്കാം. മല്ലി, നാട്ടിലെ കൊള്ളരായ്മകൾക്കെതിരെ ഇറങ്ങി തിരിച്ചവരാ നമ്മൾ. മുമ്പ് ഫോർ ദ പീപ്പിൾ ചെയ്യാൻ ശ്രമിച്ചത് തന്നെയാണ്. കമ്മീഷണർ രാജൻ മാത്യു ചെയ്തത് എന്താ? ഫോർ ദ പീപ്പിളിനെ പിടിച്ചു. ഇപ്പോ നമ്മളെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ അയാൾ നമ്മുടെ നാടിന്റെ ശത്രുക്കൾക്കാണ് സഹായം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏതാനും ലക്ഷം ലിറ്റർ വെള്ളം മാത്രം എടുക്കാവുന്ന ഒരു കൊച്ചു ലൈസൻസിന്റെ മറവിൽ ആയിരക്കണക്കിന് ലക്ഷം ലിറ്റർ വെള്ളം ചോർത്തി കോളയും മിനറൽ വാട്ടറും ബിയറുമാക്കി മാറ്റി ഈ നാടിനെ മരുപ്പറമ്പാക്കുന്ന മൾട്ടിനാഷണൽ കമ്പനി ഏജന്റ് ബാഷ മുഹമ്മദ്. അയാൾ നല്ലൊരു ഓഫീസർ ആവാം, അയാൾ ചെയ്യുന്ന അയാളുടെ ഡ്യൂട്ടി ആവാം. ബട്ട് ദാറ്റ് ഡസന്റ് മേക്ക് എനി ചേഞ്ച്. കോടതി വെറുതെ വിട്ടെങ്കിലും രാജമല്ലി കേസിലെ മുഖ്യ കുറ്റവാളി എന്ന് ജനം കരുതുന്ന മുൻ MP സ്കറിയ മണ്ണുംപ്ലാക്കൽ. സോ വി ആർ സ്റ്റാർട്ടിംഗ് ദ കൗണ്ട് ഡൗൺ നൗ. അപ്പോ നമ്മൾ തീരുമാനിക്കുന്നു. നമുക്കറിയേണ്ടത് രാജൻ മാത്യു അൺഒഫീഷ്യലായ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഏതെങ്കിലും ദിവസം തനിച്ച് സഞ്ചരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് മാത്രം. രാത്രിയോ പകലോ ഒന്നുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പമായി. വല്ലി, നിനക്കാണത് പറ്റുക. പെട്ടിരിക്കണേച്ചി നോക്കിയെടുക്കണ്ടേ? ഞാൻ എടുത്തുതരാം ചേച്ചി, ഞാൻ എടുത്തോളാന്നേ. ഇതാ, കുഴപ്പമില്ല. ഓട്ടോ എങ്ങോട്ടാ ചേച്ചി പോണ്ടേ? കാക്കനാട്. കാക്കനാട് പോകാൻ എത്രയാവും? കാക്കനാട് 30 രൂപ. 30 ഒന്നും തരാൻ പറ്റില്ല, 20 രൂപ തരും. ഞാൻ പൊക്കോളാന്നേ. വേണ്ട, ഞാനിവിടെ വരാം. കണ്ടാലേ അറിയാം ചേച്ചിക്ക് വയ്യ. എന്താ പേര്? മല്ലി. സാർ, സൾഫാൻ കേസിൽ മുൻമന്ത്രി ശ്രീധരൻ ഗുരുക്കൾക്ക് വേണ്ടി കോടതിയിലുള്ള ആൾജാമ്യം ഒരു മിസ്റ്റർ P പരമശിവമാണ്. പാപനാശം പരമശിവൻ.
ഡ്രൈനേജ് പൈപ്പ് കൂട്ടി ശുദ്ധജലത്തിൽ മാലിന്യം കലർന്നുകൊണ്ടാണ് ഇത്ര വേഗം മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഒന്നാമത് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾക്ക് ചികിത്സ പ്രയാസമാണ്. അപ്പോൾ പിന്നെ ഇത്രയധികം രോഗികൾ ഒരുമിച്ചാവുമ്പോഴോ? കൈരളി ടിവിയിൽ നിന്ന് റിഹാസൽ. പരമശിവം, എന്താ സർ? കോളയിൽ വിഷാംശം അല്ലേ? ആ വാർത്ത പത്രത്തിൽ വരണമെന്ന് നിർബന്ധമുണ്ടോ അലക്സേ? ചെയ്യും സർ, നോ പ്രോബ്ലം. ഒരു നിർബന്ധമില്ല സർ. കോളയിൽ വീണ്ടും ഇപ്പൊ കൊണ്ടുവന്ന 1-ാം പേജിന്റെ പ്ലേറ്റ് ഇടണ്ട, മാറ്റമുണ്ട്. അതെ, മെയിൻ ന്യൂസ് മാറ്റണം. സർക്കാർ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. ഇതുവരെ 14ലധികം പേർ മരിച്ചു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. ഏതാണ്ട് 8 പേരുടെ നില വളരെ ഗുരുതരമാണ്. രാജമല്ലി കേസിലെ പെൺകുട്ടിയെ മുൻ എം പി സ്കറിയ മണ്ണമ്പിളാക്കിൽ പീഡിപ്പിച്ചെന്ന് പറയപ്പെടുന്നത് കുട്ടിക്കാനത്തെ ഒരു മല്ലിക ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ്. ഈ പറയുന്ന പരമശിവത്തിന്റെ ഭാര്യയുടെ പേരിന്റെ 2ാമത്തെ വാക്കും മല്ലിക എന്നാണ് സാർ. എന്താ ഇതൊക്കെ? ചികിത്സയില്ല, മരുന്നുമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല ഇതിനെ വിളിക്കേണ്ടത്. മഞ്ഞപ്പിത്തം വന്ന് ഇവിടെ മരിച്ച എല്ലാ രോഗികളുടെയും കുടുംബങ്ങൾക്ക് ഞാൻ സഹായം ചെയ്യും. അവരെ ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ ഓഫീസേഴ്സ്, യു ഡൺ എ സ്പ്ലെൻഡിഡ് ജോബ്. എന്റേതായ നിലയിൽ ഞാൻ ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. എനിക്ക് കിട്ടിയ ഇൻഫർമേഷനുകളിൽ പലതും വിരൽ ചൂണ്ടുന്നതും ഇതേ പരമശിവത്തിന് നേരെയാണ്. പരമശിവം, പാപനാശം പരമശിവം, ദ വെൽ നോൺ പൊളിറ്റിക്കൽ പ്രഷറൈസർ. 1 കോടിയിലേറെ മലയാളികൾ വായിച്ച് വിസ്മയം കൊള്ളുന്ന പത്രത്തിന്റെ 60% ഓഹരികളും ഇയാളുടേതാണ്. പൈങ്കിളി മുതൽ ബുദ്ധിജീവി വരെ ശ്വസിക്കുന്നത് ഇവന്റെ വിശ്വാസം. കേരള ടുഡേ ചാനലിന്റെ 76% ഷെയറുകളും ഈ കൈകളിൽ ഭദ്രം. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഒരാൾക്ക് പത്രവും ചാനലും ഒരുമിച്ച് നടത്താൻ അനുമതി കിട്ടില്ല. നമ്മുടെ ഈ പ്രബുദ്ധ ജനാധിപത്യ ഭാരതത്തിലെ പൊളിറ്റിക്കൽ പരമശിവന്മാർക്ക് മാത്രം, അതും അതിലപ്പുറവും സ്വന്തം. കോളക്കമ്പനികൾക്ക് വെള്ളം കിട്ടാനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നതിലൂടെ മാത്രം ഇവൻ സമ്പാദിക്കുന്നത് മിനിറ്റിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കറൻസി. കൂടാതെ കോളക്കമ്പനിയുടെ പരസ്യങ്ങൾ വഴി ഇവന്റെ ചാനലിനും കോടികളുടെ നേട്ടം. ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേക കാര്യമാണ്. ഇയാൾ പങ്കെടുത്ത മിക്ക പരിപാടികളിലും സജീവ സാന്നിധ്യമായി മറ്റൊരാൾ, ഒരു ഹരിഹരമൂർത്തി. പരമശിവം ഹരിഹർജിക്ക് കൊടുക്കുന്നത് ഹരിഹർജി ഏറെ ഇഷ്ടപ്പെടുന്ന സുഖജീവിതം. മോടിയാർന്ന കാറുകൾ, ആഡംബരം നിറഞ്ഞ ഹോട്ടൽ മുറികൾ, സുഖവാസ കേന്ദ്രങ്ങളിലേക്കുള്ള സഞ്ചാരം, വിശ്വസുന്ദരികൾ. ഇങ്ങനെ പരമശിവം വിലയ്ക്ക് വാങ്ങുന്നത് കേവലം ഒരു ഹരിഹർജിയല്ല, അയാളുടെ പിന്നിലെ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാരുടെ വിശ്വാസം, വിധേയത്വം, പിന്തുണ, അവർ നൽകുന്ന സംരക്ഷണം. എനിക്ക് തോന്നുന്നു പരമശിവമാണ് തലയെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന ഉടൽ ഹരിഹർജിയാവണം. ഹരിയും ഹരയും, ദ ഹെഡ് ആൻഡ് ദ ബോഡി. ഇതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. പ്രതിപക്ഷം കരുതിക്കൂട്ടി ചെയ്ത ഒരു ഗൂഢാലോചനയാണിത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ ചോർച്ച എവിടെ നിന്നുണ്ടായി എന്നറിയാൻ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിക്കും. പ്രസ് ജീവനക്കാരനടക്കം ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളെ കോടതി ജാമ്യത്തിൽ വിട്ടു. ചോർച്ച ഏതു തലത്തിലാണ് നടന്നിരിക്കുക എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിൽ സർക്കാർ വീഴ്ചയായി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജനങ്ങൾ വല്ലാതെ ഇളകിയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തോന്ന് ജനം? SSLC മുതൽ IAS വരെയുള്ളതിന്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നവരാ നമ്മളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇവിടെ ആർക്കാ ഉള്ളേ? കേസ് മുക്കാനുള്ള കാര്യം പരമേശ്വരൻ സാർ ചെയ്തോളൂ. അതൊക്കെ സാർ എവിടെ ചെയ്തു കഴിഞ്ഞു. വരാൻ പോണ എൻട്രൻസിന്റെ ചോദ്യപേപ്പർ ഇനി ഇവിടെ വെക്കണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റണം.
അയ്യോ